നിന്ന് കാണാതായ ചുങ്കം സ്വദേശി ബിജു ജോസഫിന്റെ മൃതദേഹം മാൻഹോളിൽ നിന്ന് കണ്ടെത്തി. പാർട്ണർമാർ തമ്മിലുള്ള ഷെയർ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് കണ്ടെത്തൽ. കേസിൽ 4 പ്രതികളാണുള്ളതെന്ന് ഇടുക്കി SP അറിയിച്ചു. ഇതിൽ 3 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഒരാൾ കാപ്പ കേസിൽ ജയിലിലാണ്. ശിശുക്ഷേമ സമിതിയിൽ വീണ്ടും മരണം. തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിലെ 5.5 മാസം പ്രായമുള്ള കുഞ്ഞാണ് മരിച്ചത്. പാൽ തൊണ്ടയിൽ കുടുങ്ങിയാണ് മരണം. ശ്വാസതടസ്സമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാലേ മരണകാരണം സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ. 1 മാസത്തിനിടയിൽ ശിശുക്ഷേമ സമിതിയിൽ നടക്കുന്ന 2ാമത്തെ മരണമാണിത്. CPIM നേതാവ് G സുധാകരനെതിരെയുള്ള സൈബർ ആക്രമണത്തിൽ പ്രതികരിക്കേണ്ടത് ജില്ലാ സെക്രട്ടറിയാണെന്ന് മന്ത്രി സജി ചെറിയാൻ. വിഷയത്തിൽ പ്രതികരിക്കേണ്ടത് താനല്ലെന്നും ചുമതലക്കാരനായ ജില്ലാ സെക്രട്ടറിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം പാർട്ടി എന്തിന് പ്രതികരിക്കണമെന്നായിരുന്നു ജില്ലാ സെക്രട്ടറി R നാസറിന്റെ ചോദ്യം. കാലിക്കറ്റ് സർവകലാശാലയിലെ SFI ബാനറിൽ അതൃപ്തി അറിയിച്ച ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സവർക്കർ എങ്ങനെയാണ് രാജ്യത്തിന്റെ ശത്രുവാകുന്നതെന്ന് ഗവർണർ ചോദിച്ചു. സവർക്കർ എന്താണ് ചെയ്തതെന്നും ശരിയായി പഠിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാകും. വി നീഡ് ചാൻസലർ നോട്ട് സവർക്കർ എന്ന ബാനറിലാണ് ഗവർണറുടെ പ്രതികരണം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആശമാർ സമരം ആരംഭിച്ചിട്ട് ഇന്ന് 41 ദിവസം. സമരസമിതി നേതാവ് MA ബിന്ദു, ആശാപ്രവർത്തകരായ തങ്കമണി, ശോഭ എന്നിവർ നിരാഹാര സമരം ഇരിക്കുകയാണ്. നിരാഹാര സമരത്തിന്റെ 3ാം ദിനമാണിന്ന്. പോക്സോ കേസിൽ പ്രതിയായ പത്തനംതിട്ടയിലെ കോൺഗ്രസ് നേതാവും അഭിഭാഷകനുമായ നൌഷാദ് തോട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ആറന്മുള പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ സിംഗിൾ ബെഞ്ച് തള്ളിയത്. അഭിഭാഷക ജോലിക്ക് തന്നെ അപമാനമാണ് നൌഷാദിന്റെ കുറ്റകൃത്യമെന്ന് നിരീക്ഷിച്ചാണ് നടപടി. മൈസൂരുവിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫിനെ കൊലപ്പെടുത്തിയ കേസിൽ 1ാം പ്രതി ഷൈബിൻ അഷ്റഫിന് 11 വർഷവും 9 മാസവും തടവ് ശിക്ഷ വിധിച്ച് മഞ്ചേരി അഡീഷണൽ ജില്ലാ കോടതി. 2ാം പ്രതി ഷിഹാബുദ്ദീന് 6 വർഷവും 9 മാസവും 6ാം പ്രതിക്ക് 3 വർഷവും 9 മാസവും തടവ് ശിക്ഷയാണ് വിധിച്ചത്. വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ സ്വീകരിക്കാൻ ചെണ്ടമേളയും പടക്കവും. സ്ത്രീകളുടെയും കുട്ടികളുടെയും വാർഡ് ഉദ്ഘാടനം ചെയ്യാനെത്തിയപ്പോഴാണ് സംഭവം. അത്യാഹിത വിഭാഗത്തിന് പുറകിലായിരുന്നു മന്ത്രി വരുമ്പോൾ പടക്കം പൊട്ടിച്ചത്. T സിദ്ദിഖ് MLAയും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. എയർ ഇന്ത്യക്കെതിരെ വിമർശനവുമായി NCP നേതാവും MPയുമായ സുപ്രിയ സുലെ. 1 മണിക്കൂറിലധികം സുപ്രിയ യാത്ര ചെയ്ത AI0508 എന്ന വിമാനം വൈകിയിരുന്നു. എയർ ഇന്ത്യ വിമാനം വൈകുന്നത് തുടർക്കഥയാവുന്നുവെന്നും ഇത് അംഗീകരിക്കുവാനാകില്ലെന്നും അവർ Xൽ കുറിച്ചു. യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻ ആഹ്വാനം ചെയ്ത അഖിലേന്ത്യാ ബാങ്ക് പണിമുടക്ക് മാറ്റിവെച്ചു. ഈ മാസം 24, 25 തീയതികളിൽ പ്രഖ്യാപിച്ച അഖിലേന്ത്യാ പണിമുടക്കാണ് മാറ്റിവെച്ചത്. ബാങ്ക് യൂണിയനുകളും ഇന്ത്യൻ ബാങ്ക് അസോസിയേഷനുകളും പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. സ്പോൺസർഷിപ്പോടെ അമേരിക്കയിലേക്ക് കുടിയേറിയവരുടെ നിയമപരമായ സംരക്ഷണം റദ്ദാക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ക്യൂബ, ഹെയ്തി, നിക്കറാഹുവ, വെനീസ്വല എന്നിവിടങ്ങളിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറിയവരുടെ നിയമപരമായ സംരക്ഷണമാണ് റദ്ദാക്കിയത്.